ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ള സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിലെ 3-ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടേത്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഏതാ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഐൽ ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഐലൻഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റിയ ഒരു ഐലൻഡാണ് ഈ ഒരു ഐൽ ഓഫ് സ്കൈ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഐലൻഡൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഫെറി ത്രൂവേ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള ടൈമും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐലൻഡ് ചൂസ് ചെയ്ത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പോകാൻ പോകുന്ന സ്ഥലം ഏതാ? നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അവിടെ കൂടുതലും ഈ ഹിൽ ഏരിയ ആണ്, മൗണ്ടൻ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും വാ, നമുക്ക് പോവാം. നമ്മൾ രാവിലെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പോകാനായിട്ട് പോവാണ്. പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. നമ്മൾ പോരുന്ന വഴി ഉള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നത് രാത്രിയിലാണ് ഇങ്ങോട്ട് വന്നത്. രാത്രി ഏകദേശം 10 മണിയോളമായി നമ്മൾ റൂമിലെത്തിയപ്പം. 9 മണിയോളമായി റൂമിലെത്തിയപ്പം. വന്ന വഴിയിൽ വളരെ ശരിക്കും പറഞ്ഞാൽ നല്ല കാട്ടിക്കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ. എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് മൗണ്ടനൊക്കെ ആയിരുന്നു, നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രാത്രി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇപ്പോൾ പോകുന്ന വഴിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അപ്പം നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഐൽ ഓഫ് സ്കൈ എന്നുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തെ കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ പോകുന്ന റൂട്ടാണ് ഈ ബാക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പുറകെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്നിട്ട് നമ്മളിവിടുത്തെ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, നമുക്ക് ബൈക്ക് ക്യാമറ ഇട്ട് കാണിച്ചാലോ? അപ്പോൾ എങ്ങനെയുണ്ട് ബെർലിൻ്റെ ഇവിടുത്തെ കാഴ്ച? അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടോ, നോക്കി ആകാശമൊക്കെ നോക്കി അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഫുള്ള് വെള്ളമാണ് കേട്ടോ ഇവിടെ. ഇതൊരു ഐലൻഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ കാണാൻ പറ്റിയൊരു ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ റൂമിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. നമ്മളെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെറുതായിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്.
അങ്ങനെ നമ്മളിപ്പം ഓൾഡ് മാൻ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നു, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നല്ല തിരക്കുള്ള സമയമാണ്. ഇതുണ്ടോ, ബാക്ക് സൈഡിൽ ഫുള്ള് വണ്ടികളാണ്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. പാർക്കിംഗ് ചാർജ് 6 മണിക്കൂറിന് 5 പൗണ്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മെഷീനിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. എന്നിട്ട് പതിയെ നമ്മൾ ഇവിടുന്ന് മേളിലേക്ക് നടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൗണ്ടൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ പറയുന്ന സംഭവമാണ് ഓൾഡ് മാൻ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയുടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മാക്സിമം നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് ഇവിടെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ടോ, ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് മേളിലേക്കൊന്ന് നടന്നു നോക്കാം. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഓൾഡ് മാൻ സ്റ്റോറിലോട്ട് നമ്മൾ നടന്ന് കയറാൻ തുടങ്ങി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കയറ്റമാണ്. കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടോ, അവരെല്ലാവരും സപ്പോർട്ടിന് സ്റ്റിക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കയറി ഇറങ്ങി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതായാലും നമുക്ക് മാക്സിമം കയറി പോയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയായിട്ടാണ് കേട്ടോ. ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് മുമ്പോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്തേരം വണ്ടികളാണ് വന്നിരിക്കുന്നത് നോക്കി. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് വേണമെങ്കിൽ വന്നെന്ന് പറയാം. ഇതുകൊണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്നുള്ള ആ ഒരു ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ദൂരം നടക്കാനുണ്ട്, കുറേ മൈലുകൾ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം നടന്നാൽ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഐൽ ഓഫ് കൈ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്കിന്ന് പോകണം. എന്നാലേ നമുക്ക് നാളത്തേക്ക് വീട്ടിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളിവിടുത്തെ കാഴ്ചകൾ ഇനി ഡ്രോണിലായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റിൽ പോയിട്ട് കാഴ്ചകൾ ഇവിടുത്തെ ടോട്ടൽ ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോയാലോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ആകുമ്പോൾ ആൾക്കാരും വരുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മൊത്തത്തിൽ ഇവിടെ ഒന്ന് ഡ്രോണൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോകുന്ന വഴി കണ്ടോ, ഫുള്ള് പുല്ലും കാടും ഒക്കെയാണ്. നമ്മൾ അതിനകത്തോടെ പയ്യെ നടന്നു പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഒരുമിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നടന്ന് ഈ ഒരു ഡ്രോൺ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഈ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇതുപോലെയുള്ള മരത്തിൻ്റെ കുറ്റികൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നേരത്തെ മരങ്ങളുണ്ടായിരുന്നു, ഇത് ഫുള്ള് മുറിച്ച് മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മരക്കുറ്റികൾ ഇതുണ്ടോ, ശരിക്കും പെയിൻ്റ് അടിച്ച പോലെയാണ് വൈറ്റ് കളറിൽ നിൽക്കുന്നത്. ബാക്കി ഫുള്ള് പച്ചപ്പും അതിനിടയ്ക്ക് ഇങ്ങനെ ഇതുണ്ടോ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചെടികളാണെങ്കിൽ പോലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നിറച്ച് പൂവായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെടിയുടെ കളറൊക്കെ ഉണ്ടോ, അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ. അപ്പം നമ്മൾ നേരെ ആ ഒരു സ്പോട്ടിലോട്ട് പോകണം. അവിടെ പോയിട്ട് നിങ്ങളെ ഡ്രോൺ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ചെറിയ വഴി കൂടെ നമ്മൾ വരുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വരാനായിട്ട്. മടുത്തോ? ശരിക്കും മടുത്തു കേട്ടോ. നല്ല രീതിയിൽ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നടക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ വന്നാൽ നമുക്ക് ഇതുണ്ട്, ആ ഒരു ടോപ്പ് റേഞ്ച് വരെ നമുക്ക് പോകാനായിട്ട് പറ്റും. കല്ലിൻ്റെ മേളിൽ കയറാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് എത്താനായിട്ട് പറ്റും.
അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ ഒരു നടപ്പെന്ന് പറയുന്നത് 1-2 മൈലിൽ ഏകദേശം 19 മൈലോളം 19 മൈൽസോളം നമുക്ക് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പം ഓൾറെഡി ഇന്ന് നമ്മൾ കുറേ യാത്ര ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സമയമെടുക്കും. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 4-5 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ഏറ്റവും മുകളിൽ ചെല്ലാൻ വേണ്ടി. അപ്പം നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാറ്റുകയാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.